കേരളം മുസ്ലിങ്ങൾ ഭരിക്കും, മുസ്ലിങ്ങളുടേതാകും എന്ന് പറയുമ്പോൾ ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത്? ഇവിടെ എങ്ങനെയാണ് ഭരിച്ചിട്ടുള്ളത്? നമ്മുടെ മുന്നിൽ കണക്കുകളിലെ കേരളത്തിൽ ആരൊക്കെയാണ് ഭരിച്ചിട്ടുള്ളത്? ഇവിടുത്തെ ജനസംഖ്യാനുപാതം എങ്ങനെയാണ്? നായർ 12.5%, ബ്രാഹ്മണൻ 0.5%, ഈഴവർ 22.2%, മുസ്ലിം 26.9%, ക്രിസ്ത്യൻ 18.3%, SC ST 10.5%. കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാർ ബ്രാഹ്മണ നായർ വിഭാഗത്തിൽ നിന്ന് 35 വർഷം 5 മാസം ഭരിച്ചിട്ടുണ്ട്. ഈഴവർ ഭരിച്ചത് 15 വർഷമാണ്, ക്രിസ്ത്യൻ ഭരിച്ചത് 12 വർഷം 6 മാസമാണ്, മുസ്ലിം ഭരിച്ചത് 53 ദിവസമാണ്. SC ST യിൽ നിന്ന് ഉണ്ടായിട്ടേ ഇല്ല. കേരളം രൂപീകരണം മുതലുള്ള മന്ത്രിമാരുടെ കണക്ക് 2021 വരെ നോക്കുകയാണെങ്കിൽ ബ്രാഹ്മണ നായർ വിഭാഗത്തിൽ 123, ഈഴവ വിഭാഗത്തിൽ നിന്ന് 64, ക്രൈസ്തവരിൽ നിന്നും 87, മുസ്ലിമിൽ നിന്നും 65, SC ST യിൽ നിന്നും 19. എയ്ഡഡ് സ്കൂളുകളുടെ സാമുദായിക ഉടമസ്ഥ നോക്കിയാൽ ഹിന്ദു 2957, ക്രിസ്ത്യൻ 1956, മുസ്ലിം 1384. ഈ എന്ത് നേടിയെടുക്കുന്നു എന്നാണ് പറയുന്നത്? ഇപ്പോൾ ബിസിനസ്സുകൾ കൂടുതലായി അവർ തുടങ്ങുന്നു എന്നുള്ളതാണോ പ്രശ്നം? കൂടുതൽ കടകൾ സ്ഥാപിക്കുന്നു, അവർ കച്ചവടത്തിൽ മുന്നേറുന്നു എന്നുള്ളതാണോ ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ പ്രശ്നം? അതും കൊടുക്കരുത് എന്നാണോ പറയുന്നത്? ഈ പറയുന്ന എന്താണ് നന്നായി ഒരുപാട് പ്രസവിച്ച് കുറെ ആളുകളെ ഉണ്ടാക്കിയാലേ നമുക്കിനി മുന്നേറ്റം ഉണ്ടാകൂ എന്ന് ഈഴവ സ്ത്രീകളോട് അദ്ദേഹം ഉപദേശിക്കുന്നുണ്ടായിരുന്നല്ലേ? മുസ്ലിം സമുദായത്തെയാണെങ്കിൽ പെറ്റുകൂട്ടുന്നവർ എന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ വിഭാഗത്തിൽപ്പെട്ട യൂസഫ് അലിയാണ് അദ്ദേഹത്തിന്റെ മകനെ കേസിൽ നിന്ന് രക്ഷിച്ചതെന്നുള്ള വാർത്ത കൂടിയുണ്ട്. അപ്പോൾ എന്ത് നോക്കിയിട്ടാണ് വെള്ളാപ്പള്ളി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വെള്ളാപ്പള്ളിക്ക് ഇവിടെ യഥേഷ്ടം പറയാവുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയലാണ്, അല്ലെങ്കിൽ ഈ പറയുന്നത് കൈ നനയാതെ മീൻ പിടിക്കാൻ പറയില്ല, അതാണ്. അതായത് ഇത് രണ്ടു കൂട്ടർക്കും കൊണ്ട് ചെയ്യണം. ബിജെപിക്കും ഒരേ സമയം ബിജെപിക്കും CPM സ്വീകാരനാകുന്നു വെള്ളാപ്പള്ളി എന്നിടത്താണ് നമുക്ക് അത്ഭുതം തോന്നുന്നത്. അങ്ങനെ വെള്ളാപ്പള്ളി ഈ വർഗീയ പ്രസംഗങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കും. ഒരു നടപടിയും ഉണ്ടാകില്ല, ഒരു അറസ്റ്റും ഉണ്ടാകില്ല. എങ്ങോ നോക്കി ആരോ എന്തോ പറഞ്ഞു എന്ന മട്ടിലൊരു പ്രസ്താവന ഇറക്കി CPM കൈകഴുകിയാണ്. ഇതൊരു ശക്തമായ പ്രസ്താവനയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിനെതിരെ ഒരു നടപടി ഉണ്ടാകാൻ പോകുന്നില്ല. തന്നെ കത്തിച്ചാലും തന്നെ കോലം കത്തിച്ചാലും കാന്തപുരം കുന്തമെറിഞ്ഞാലും താനത് തുടരുമെന്നാണ് പറയും. കാന്തപുരത്തെ എടുത്തെടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. നമ്മൾ ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞ പോലെ കാന്തപുരത്തിന് ഇപ്പോൾ ഒരു വലിയ സ്വീകാര്യത ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാന്തപുരത്തിന് സ്വീകാര്യത ലഭിക്കുന്നത് എങ്ങനെയാണ്? ഒരു പറയാൻ പാടില്ലാത്തതാണ്, പക്ഷെ മറ്റു മതത്തിലെ ആളെയാണ് സഹായിക്കുന്നത് നിമിഷപ്രിയെ. അതൊക്കെ ഇപ്പോൾ എടുത്തു പറയേണ്ട രൂപത്തിലേക്ക് നമ്മുടെ കേരളം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സഹായം ചെയ്യുന്നു, കാന്തപുരത്തിനെ എല്ലാവരും പ്രേസ് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് വീണ്ടും ഒരു വർഗീയ പ്രസംഗം നടത്തുന്നു. ദേവരാജ് വെള്ളാപ്പള്ളിയെ തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് വിമർശിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ ആ കാര്യത്തിൽ നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് കേരളം ഇത് തിരിച്ചറിയും, കേരളം ഇത് തള്ളിക്കളയും എന്നാണ് പറയുന്നത്. കേരളം തള്ളിക്കളയും എന്ന് പറയുന്നിടത്ത് ഇവിടെ മുഖ്യമന്ത്രി തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അത് പറയുമ്പോൾ ഇവിടുത്തെ ഒരു മന്ത്രി അത് തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ ഈ വർഗീയ പ്രസംഗം നടത്തിയ നേതാവിനെയാണ് അവിടെ ഇരുത്തിക്കൊണ്ട് ഇത്രയധികം പുകഴ്ത്തുന്നത്. അപ്പോൾ പുകഴ്ത്തുമ്പോഴും വെള്ളാപ്പള്ളി പറയുന്നത് എന്താണ്? തനിക്കെതിരെ കേസെടുത്തോളൂ എന്നാണ്. അദ്ദേഹം വെല്ലുവിളിക്കുകയാണ് ഈ കേരളത്തെ. വെല്ലുവിളി ആർക്കു നേർക്കാണ്? ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. ഇത്രയുമായിട്ടും നടപടിയില്ല. അന്ന് VS അച്യുതാനന്ദൻ പണ്ട് പ്രസംഗിച്ചത് ഓർമ്മയില്ലേ? VS അച്യുതാനന്ദൻ പറയുന്നത് അവിടെ നിന്ന് വെള്ളയും മുണ്ടും വെള്ള ഷർട്ടുമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ യാത്ര തുടങ്ങിയാൽ നിക്കറുമിട്ട് പൂജപ്പുരയിൽ പോയി കിടക്കേണ്ടി വരും. മൈക്രോ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കേസ് തുടങ്ങുന്ന സമയത്ത് VS അച്യുതാനന്ദന്റെ ശക്തമായ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ഷൈലോക്ക് എന്നാണ് അന്ന് VS അച്യുതാനന്ദൻ വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കുന്നത്. പേരെടുത്തു പറഞ്ഞുള്ള വിമർശനമായിരുന്നു. ആ സ്ഥാനത്താണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന് പൊന്നാട കിട്ടുന്നു. വേദിയിൽ ചരിത്രം സൃഷ്ടിച്ച നേതാവ് എന്ന് CPM-ന്റെ മന്ത്രി തന്നെ പറയുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇപ്പോൾ ഇതാ കേസെടുക്കുന്നില്ല. ഈ ഘട്ടത്തിലും കേസെടുക്കില്ലേ? അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിലുള്ള മറുപടി ഇന്ന് വന്നിട്ടുണ്ട്. വെള്ളാപ്പള്ളി ഇന്നലെ എന്താ പറഞ്ഞത്? കേരളത്തിൽ മുസ്ലിങ്ങൾ കുട്ടികളെ പെറ്റുകൂട്ടുകയാണ്, അതുകൊണ്ട് നമ്മൾ അതുപോലെ ചെയ്യണം, നമുക്ക് ആൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അതിന് മറുപടി വന്നു സമസ്തയിൽ നിന്ന് നാസർ ഫൈസി കൂടത്തായി പറഞ്ഞെന്താണെന്നറിയോ? വെള്ളാപ്പള്ളിയും എണ്ണം കുറയുന്നവരുടെയും വെള്ളാപ്പള്ളിയും അവരുടെ കൂടെയുള്ളവരും അവരുടെ ശേഷിക്കുറവിൻ്റെ കാര്യം പരിശോധിക്കണം എന്നാണ്. അവരുടെ ശേഷിക്കുറവിൻ്റെ കാര്യം പരിശോധിക്കണം, ഞങ്ങളുടെ അടുത്ത് വരണ്ട എന്നാണ് പറഞ്ഞത്. നോക്കൂ, 2 കുട്ടികളുള്ളവരിനേക്കാൾ ശേഷി കൂടുതലാണ് 4 കുട്ടികളുള്ളവന്, അതിലും കൂടുതലാണ് 8 ഉള്ളവന് എന്ന രീതിയിലേക്ക് ഈ ചർച്ചയെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മുടെ നാട്ടിലെ മൗലികവാദികൾ എത്തിക്കുകയാണ് ഇന്നത്തോട് ചെയ്തത്. ഇതാണ് വെള്ളാപ്പള്ളി നടേശന് വേണ്ടത്, ഇതായിരുന്നു BJPക്ക് വേണ്ടത്. 2 കൂട്ടരും ഇനി ഇതിൻ്റെ പേരിൽ ആർക്കാണ് ശേഷി കുറവ് എന്ന രീതിയിൽ അടിച്ചുകൊള്ളും. ഈ ചില പറയും ഈ നമുക്കൊക്കെ പരസ്യമായി പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വേറെ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ ഉള്ളിൽ ചിരിക്കും. ഈ ശേഷിക്കുറവിൻ്റെ കാര്യം വളരെ രഹസ്യമായ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയ്ക്ക് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അത് സത്യമൊന്നുമില്ലെന്നറിയാം, നമ്മൾ പറയുകയുമില്ല, പക്ഷേ പറയുന്ന കേൾക്കുമ്പോൾ കൊള്ളാം എന്ന് തോന്നും. ഇതാണ് ഇന്ന് നടന്നത് കേരളത്തിൽ.